ഗായ്സ് നമ്മൾ നോക്കിയിട്ടുള്ളത് കൊമ്പൻ്റെ ഒരു കാളിയാണ് എടുത്തിട്ടാണ് നമ്മളിന്ന് കൊമ്പനെ ഇറക്കി ലിവർ അടിച്ച് എല്ലാം നമ്മൾ സ്റ്റിക്കറിൽ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിതൊരു ടൂറാന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് വേഗം പോയാലും കേട്ട് ചില്ലാക്കാം. ടൂറാണ് ഇത്. രണ്ട് ചേട്ടലും കേട്ടിട്ട് നമ്മൾ എക്സ്പ്ലോറിന് വേണ്ടി പോയിട്ടുള്ള ട്രിപ്പ് പോയിട്ടുള്ള വേറെ ട്രിപ്പ് പോയിട്ടുള്ള അതുകൊണ്ട് ചെയ്യാന്ന്. നമ്മളിപ്പോൾ പിള്ളേർക്ക് ഏതായാലും പാക്കേജ് പറഞ്ഞ പോലെ തന്നെ ടൂറിൻ്റെ ഇത് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഫാമിലി ട്രിപ്പ് വന്നിട്ട് നമുക്ക് പിന്നെ എല്ലാം വിടാമല്ലേ. നമ്മളെ ക്ലീനറെല്ലാം കിടന്ന് ഇറങ്ങുന്നത് അപ്പുറം അതെണീക്കട്ടെ. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറി ഇൻറ്റീരിയർ വ്യൂ ചെയ്താൽ ഇത്രയേ ഉള്ളൂ. അല്ല ഒരു മിനിറ്റ് നമുക്ക് ഉള്ളിൽ കാണാമല്ലോ. ഇത്രയേ ഉള്ളൂ. പിന്നെ എടുക്കാമല്ലേ. നല്ല പുള്ളിന് കാഴ്ച വണ്ടിക്ക് പിടുത്തോ നല്ല വിട്ടാട്ടോ. പിന്നെ കൈസ് സംഭവിച്ച് നോക്കി ഞാൻ കുറേ ആയിട്ട് സൗണ്ട് കെട്ടുന്ന പോലെ കയറുമ്പോൾ ആർക്കും ആദം നമ്മളിവിടെ പോട്ടെ തന്നെ വടനൂറ് ഇരിക്കട്ടെ. ആകെ മുറ്റി വരാം. ഞാൻ ഇങ്ങോട്ട് 4 സൈഡിലേക്ക് ഇതെല്ലാം കാണിക്കും. അവരെല്ലാം ഓണി ഫോണല്ലേ നമുക്ക് ക്ലീനർ ചെറുതായിട്ട് മണിയിപ്പിക്കാം. ഇയാളെന്താ എണീക്കാണ് പിടിച്ചിട്ടില്ല. ചെറുതായിട്ടൊന്ന് അമർത്തി പിടിച്ചിട്ടുണ്ട്. അയാൾ ഇപ്പം എണീച്ചിട്ടുണ്ടോ? ചെറിയ വയലെ കൂടിയല്ലോ. അത് നമ്മളിവിടെ കയറിയതാട്ടോ. എത്തി പിന്നെ വല്ല ഇറങ്ങിയായിരിക്കും കേട്ടോ. രാത്രിയാണ് ഇപ്പൊ തന്നെ ഇടാം. വെറുതെ ആൾക്കാർക്ക് കാണണ്ടേ. നമുക്ക് എല്ലാം തരാം. നമ്മളെ വണ്ടിയുടെ സൈഡില് പ്ലാസ്റ്റിക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് കൊമ്പൻ്റെ വസനത്തിന് കാര്യം നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് ഡോറ് ചെയ്യാൻ ഡോറ് ചെറുതാക്കി തുറന്നു നോക്കും. എന്തല്ല തുറന്നേ ലൈറ്റ് ഇടാല്ലേ. എന്നാല് വണ്ടിയാണ്. എന്നാ പിന്നെ നമുക്ക് എല്ലാം എടുക്കാമല്ലോ. ആൾക്കാരെ കയറ്റിയിട്ടുണ്ട്. എടുക്കാം. എന്നാ പിന്നെ നമുക്ക് എടുക്കാൻ തോന്നുന്നു കേട്ടോ. ലൈറ്റും കൂടി ഒന്ന് ഓണാക്കിയിട്ട് അങ്ങോട്ട് എടുക്കാം. നമ്മൾ വൈപ്പർ എല്ലാം എന്നാൽ പിന്നെ അങ്ങോട്ട് എടുക്കാമല്ലേ. ലൈറ്റെല്ലാം ഇട്ടിട്ടുണ്ട്. വൈപ്പർ ഇടുമ്പോൾ മുകളിലോട്ട് താഴോട്ട് പോകുന്ന ലൈറ്റ് ഉണ്ടെങ്കിൽ ഇടാം. വൈപ്പറിൻ്റെ 2 സൈഡിലായിട്ട് ഇടാണ്ട് കേട്ടോ. അത് സീനില്ല. നമുക്ക് അതൊന്നും പണ്ട് എടുക്കാൻ മതി. നല്ല അങ്ങോട്ട് ഹസാർഡ് ഇട്ടിട്ടുണ്ട്. ഇത്രയും ഇട്ടിച്ച പൈസയില്ല. നല്ല പുള്ളിങ്ങളാണ്. അയ്യോ വലിയ വശം. ഞാൻ നിങ്ങളെ ഓർമ്മിച്ചില്ല. BMRൻ്റെ ചൂട്ടിച്ച് അതോലൊക്കെ BS6 BMR അതോലൊക്കെ അല്ലേ. അതെ നമ്മൾ ഏരിയാണ്ട് റീഡയറക്ഷൻ
നമ്മളിന് പട 100-ലായത് പിടിച്ചാൽ കിട്ടുന്നില്ല. നല്ല ബ്രേക്കുള്ള വണ്ടി കേട്ടോ. അത് ഞാൻ കണ്ടിട്ട് എനിക്ക് ഇത്രയും നമ്മൾ കർണാടകയിലല്ല ഇപ്പോൾ ഉള്ള കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലാണ് സീനില്ല. കർണാടകയ്ക്ക് എത്തിയ പോലെ തന്നെയാണ് ഇതൊരു ഗെയിം. ഇത് മെയിനായിട്ട് കോഴിക്കോടാണ്. ഒരു ലോഡ് മാപ്പ് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചെറുതായിട്ട് ഇതിൻ്റെ സൈഡായിട്ട് പരസ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ റോഡ് മാറിയിട്ടുണ്ട്. ഇനിയത് ചെറിയ റോഡാണ്. ചെറുതായിട്ട് നമുക്ക് പാട്ടലിടാൻ തോന്നുന്നല്ലേ? ക്ലീനറേ പാട്ടോടാ ക്ലീനറേ. ഇത് 1 വേ അല്ല, ഞാൻ വിചാരിച്ച അങ്ങനെ വണ്ടി ശരിയാവില്ല. സൈഡിലൂടെ ആംബുലൻസ് സൈറനില്ല ഇടാണ്ട് വെറുതെ ഇങ്ങനെ പോകണം. എന്നാവശ്യം വെറുതെ ഓണ നമ്മളെടുത്തിട്ടുണ്ട്. പാട്ട് തന്നെ പേടാ. നമ്മളൊരു % ആർക്കും ഇതുവരെ കുറച്ചിട്ടില്ല. വണ്ടി എടുത്തിട്ട് എവിടെയാ പോയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാരും നോക്കി ഉടനെ ബ്രേക്ക് കിട്ടി. സൗണ്ട് വരല് കുഴപ്പമില്ല. ചെറുതായി തട്ടി. ബ്രേക്ക് അമ്മാരും ബ്രേക്കാൻ ബ്രേക്ക് അങ്ങനെ അമർത്തി പിടിച്ച ചെറുതായിട്ട് ഹാർട്ട് വോട്ടിങ് പറയാതെ ഞാനിവിടെ ഈ വൈപ്പർ ഓഫാക്കാൻ പറഞ്ഞു. എപ്പോൾ എനിക്ക് സ്ഥിരമായിട്ടുള്ള ഇവൻ പറയും വേറെ ഓർമ്മിച്ചു. കൊറേ സമയം ഓഫാക്കില്ല. ഞാൻ അതിനെ കൂടി കൈയിട്ട് ഓഫാക്കില്ലേ. വണ്ടി കൊടുവപ്പള്ളി പോയ ഓർമ്മയുണ്ടോ? പാട്ടെല്ലാം കേട്ട് പോവാ. പാട്ടങ്ങോട്ട് ഓഫാക്കിയിട്ട് നമുക്ക് എല്ലാം അങ്ങോട്ട് ഇറങ്ങാം. പ്രത്യേകിച്ച് പ്രശ്നമില്ല. കൊമ്പൊന്നും അടിച്ചു വിളിക്കുക അത്ര. ചെറുതായിട്ട് ആ കൊമ്പൊന്ന് ചുളുങ്ങി ചപ്പാത്തി പരിവായി. ഞാൻ ഇറങ്ങുന്നില്ല. കയ്യേല കാണാൻ ഈ വണ്ടി അറിയൂല. സോഫാക്കി പിന്നെ ഏറിയായിട്ടാണ് ഈ വണ്ടി അങ്ങനെയാ. മിസ്സിങ് കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മക്കെന്നാ പിന്നെ ചെറുതായിട്ടൊന്ന് ഏറാം. ചവിട്ടി വിട്ടാ ഇതോടെ നമ്മളോട്ട് നിർത്തിയതല്ല, ഓഫായതായിരിക്കും. ഞാൻ ഇങ്ങോട്ട് അടുപ്പിച്ച് കയറ്റാൻ വെച്ചാൽ അപ്പുറത്തേക്ക് നിന്ന് ഗൈസ്. എന്താന്ന് അറിഞ്ഞൂടാ ഗൈസ്. ബസ്സിലായിട്ട് എപ്പം ബസ്സിൻ്റെ അടി നോക്കിയാലും ഇങ്ങനെ ഒരു പച്ച കളർ സാധനം ഉണ്ടാവും. എന്താന്ന് അറിഞ്ഞൂടാ. ഇതോ ഗൈസ് അടിയിൽ പയറുപൊടി ഇട്ടവരുണ്ട്. എന്തൊക്കെ ആട്ട് ഗൈസ്. നമുക്കതാ പിന്നെ മെല്ലെ എയർ കയറ്റാം. വാട്ടറെല്ലാം ഓഫാക്കിട്ടിട്ട് ഈ സൗണ്ട് കേട്ടോ കൊടുക്കൊന്നുമില്ല. നമ്മളെ എക്സ്പോർട്ടിന്റെ ഒരു കണ്ണാടി ഏതോ ഒരു നമ്മളെ ഇറക്കി വെച്ചെങ്കിൽ ഈ സാധനം ഉള്ളതുകൊണ്ടാ ഗൈസ്
ഞാൻ ഉദ്ദേശിച്ച രീതി ഞാൻ ഈ കമ്പി ഗൈസ് ബസ് കുടുങ്ങി ഗൈസ് എല്ലാം നമ്മളോടാണ്. അങ്ങനെ ഒരു റിവേഴ്സ് എടുത്തു വളക്കണ്ട ഒറ്റയടിക്ക് റിവേഴ്സ് എടുത്തു ഇപ്പൊ ഏതാ സീനില്ല ബസ്സിൽ എന്തൊക്കെയാണോ പോയിട്ടുണ്ട് അടിക്കൊക്കെ തട്ടിയിട്ടുണ്ട്. അടികാട്ടി നോക്കാം ഇതിന് നമ്മളെ അറിയാവുന്ന ആൾക്കാർ ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക. ഓക്കെ കൈപ്പണി പാളിയെ തട്ടിയിട്ടില്ല. സീനില്ല എന്ന് പറയുമ്പോഴാണ് തട്ടാൻ വന്നത് സീനാവുകയാണ്. ഇതായിട്ടില്ല. നോക്കണ്ട നോക്കണ്ട രാമ. ഒരു 100-110 പോയതിന് ശേഷം ഓണത്തെ സ്പോട്ടിൽ വെക്കണം പോലും വാളെല്ലാം വെക്കാം. ഞാൻ നിന്റെ കഴുത്തിൽ കത്തി നോക്കും വരിയാക്കി നിൽക്കില്ല. അതല്ല എന്നോടല്ല നമ്മളെ പാസഞ്ചേഴ്സിന്. ഇയാളിത് ഇപ്പൊ വാളെല്ലാം പോയാടോ പേടിച്ച് തൂറി പോയിക്കൂലേ. കളിക്കല്ലേ നിർത്താണോ റോഡ് സൈഡിലായാലും മതി. ആരും 200 കിടക്കാണ്ട് നിർത്തുന്ന പ്രശ്നമില്ല. അല്ല ഒരു 150 കിടക്കാണ്ട് നിർത്തുന്ന പ്രശ്നമില്ല. എനിക്ക് ചെറിയ കിടക്കാൻ ആശ്വാസം. ഇതിന്റെ തന്നെ ഇൻഡോർ ആയതുകൊണ്ട് അത്ര മനസ്സിലായില്ല. നമ്മൾ അടുത്തതിൽ വണ്ണസ് കൊണ്ടുവരാൻ ശ്രമിക്കാം. ഇപ്പൊ കേരള പഠിക്കുന്ന ഹോട്ടൽ നിർത്തിത്താടാ. ഓന്റെ അമ്മാവിന്റെ ഒരു ഹോട്ടൽ ഞാൻ ശരിയാക്കി തരാണോ അവന്. എന്റെ ഹോട്ടൽ എത്തിയാണോ? അയ്യോ